ഗൾഫ് രാജ്യങ്ങൾക്ക് മേൽ ഇത്രയേറെ ആക്രമണങ്ങൾ ഇറാൻ നടത്തിയതിനു ശേഷവും എന്തുകൊണ്ടാണ് ഈ അറബ് രാജ്യങ്ങൾ തിരിച്ചടിക്കാത്തത് എന്ന് നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇത് ഒരു ലളിതമായ ചോദ്യം പോലെ തോന്നിയാലും അതിൻ്റെ മറുപടി അത്ര എളുപ്പമല്ല. ഇതിന് പിന്നിൽ രാഷ്ട്രീയവും സാമ്പത്തികവുമായ വലിയ കണക്കുകൂട്ടലുകളുണ്ട്. ഗൾഫ് രാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥ പ്രധാനമായും എണ്ണ കയറ്റുമതിയിലും വിദേശ നിക്ഷേപത്തിലുമാണ് ആശ്രയിക്കുന്നത്. യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ എണ്ണ വിതരണം തടസ്സപ്പെടുകയും ഹോർമൂസ് കടലിടുക്ക് പോലുള്ള പ്രധാന കടൽ മാർഗങ്ങൾ അപകടത്തിലാവുകയും ചെയ്യും. ഇത് ലോക സമ്പദ് വ്യവസ്ഥയെ തന്നെ തകർക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ സൈനിക നടപടിയെടുക്കുന്നത് വെറും രാഷ്ട്രീയ തീരുമാനമല്ല, വൻ സാമ്പത്തിക അപകടവുമാണ്. ഗൾഫ് രാജ്യങ്ങൾ ഇന്ന് ലോകത്തിന്റെ കണ്ണായ വിനോദസഞ്ചാര കേന്ദ്രങ്ങളും ബിസിനസ് ഹബ്ബുകളുമാണ്. യുദ്ധം തുടങ്ങിയാൽ അത് സ്വന്തം രാജ്യത്തെ വികസനത്തെയും സമാധാനത്തെയും തകർക്കും. കണ്ണാടി കൊട്ടാരത്തിലിരിക്കുന്നവൻ മറ്റുള്ളവരെ കല്ലെറിയാൻ മടിക്കും എന്നതുപോലെ തങ്ങൾ കെട്ടിപ്പടുത്ത സാമ്രാജ്യം തകരാൻ അവർ ആഗ്രഹിക്കുന്നില്ല. കൂടാതെ ഈ രാജ്യങ്ങൾക്ക് അമേരിക്കയുമായി ശക്തമായ സുരക്ഷാ കരാറുകളുണ്ട്. അവരുടെ ഭൂപ്രദേശത്ത് അമേരിക്കൻ സൈനിക താവളങ്ങൾ സ്ഥിതി ചെയ്യുന്നു. അതിനാൽ ഒറ്റയ്ക്ക് ആക്രമണം നടത്തുന്നതിന് പകരം സഖ്യകക്ഷികളുമായി ചേർന്ന് പ്രതിരോധം ശക്തിപ്പെടുത്തുകയാണ് അവർ ചെയ്യുന്നത്. നേരിട്ടുള്ള യുദ്ധത്തിലേക്ക് ഇറങ്ങാതെ നിയന്ത്രിതമായ പ്രതികരണവും പ്രതിരോധവും നൽകുന്ന രീതിയാണ് ഇപ്പോൾ സ്വീകരിക്കുന്നത്. ഇതൊരു പ്രധാന കാരണം ചില ഗൾഫ് രാജ്യങ്ങൾ ഇറാനുമായി ബന്ധം മെച്ചപ്പെടുത്താൻ മുൻപ് ശ്രമിച്ചിട്ടുണ്ട്. ഒരു പൂർണ്ണ യുദ്ധം തുടങ്ങിയാൽ അത് മിസൈൽ ആക്രമണങ്ങളിൽ മാത്രം ഒതുങ്ങില്ല. പ്രോക്സി ഗ്രൂപ്പുകളിലൂടെയുള്ള സംഘർഷങ്ങൾ, കടൽ ഗതാഗത തടസ്സങ്ങൾ, സൈബർ ആക്രമണങ്ങൾ, ഹോർമൂസ് കടലിടുക്ക് അടച്ചുപൂട്ടൽ തുടങ്ങിയവയെല്ലാം ഉണ്ടാകാം. അങ്ങനെയൊരു സാഹചര്യം നിയന്ത്രണാതീതമാകാൻ സാധ്യതയേറെയാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ കാണുന്ന ഈ നിശബ്ദതയും വിമർശനാത്മകമായ പ്രതികരണവും മാത്രമായി ഒതുങ്ങുന്നത്. അല്ലാതെ ഇതൊരു ബലഹീനതയായി കാണാൻ കഴിയില്ല. നേരിട്ട് തിരിച്ചടി നടത്താത്തത് കൊണ്ട് പ്രശ്നം പരിഹരിക്കപ്പെടുന്നില്ല എന്നത് ശരിയാണ്. പക്ഷേ സംഘർഷം കൂടുതൽ വ്യാപകമാക്കാതെ പ്രദേശത്തിൻ്റെ സ്ഥിരത സംരക്ഷിക്കാനുള്ള ശ്രമങ്ങൾക്കാണ് ഗൾഫ് രാജ്യങ്ങൾ ഇപ്പോൾ പ്രാധാന്യം കൊടുക്കുന്നത്. മിഡിൽ ഈസ്റ്റ് ഇപ്പോൾ അതീവ സംഘർഷാവസ്ഥയിലാണ്. ഓരോ തീരുമാനവും ഈ പ്രദേശത്തിൻ്റെ ഭാവിയെ നിർണായകമായി ബാധിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവെക്കാനും മറക്കില്ലല്ലോ.